1986 ഫെബ്രുവരി 28 ആ തണുത്ത രാത്രി സ്വീഡൻ എന്ന രാജ്യം ഒരിക്കലും മറക്കില്ല. പ്രധാനമന്ത്രി ഓലോഫ് പാൽമെയും ഭാര്യയും ഒരു സിനിമ കണ്ട് മടങ്ങുകയായിരുന്നു. കൂടെ അംഗരക്ഷകരില്ല, മുന്നറിയിപ്പുകളില്ല, തികച്ചും സാധാരണമായ ഒരു സായാഹ്നം. പക്ഷേ പെട്ടെന്നാണ് ആ വെടിയൊച്ച കേട്ടത്. പാൽമെ തെരുവിലേക്ക് വീണു. ഘാതകൻ ഇരുളിലേക്ക് മറഞ്ഞു. കൃത്യത്തിനുപയോഗിച്ച ആ തോക്ക് പോലും പോലീസിന് കണ്ടെത്താനായില്ല. സംശയത്തിന്റെ പേരിൽ ക്രിസ്റ്റർ പെറ്റേഴ്സൺ എന്നയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചെങ്കിലും തെളിവില്ലാത്തതിനാൽ പിന്നീട് വിട്ടയച്ചു. സ്വീഡിഷ് പോലീസിന് പറ്റിയ വലിയൊരു വീഴ്ചയായിരുന്നു അത്. ഒടുവിൽ നീണ്ട 34 വർഷത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ 2020 ആ ചോദ്യത്തിന് ഉത്തരമായി. സ്റ്റിഗ് എൻസ്ട്രോം എന്നയാളാണ് ഘാതകൻ എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പക്ഷേ 2000 തന്നെ അയാൾ മരിച്ചതിനാൽ കേസ് അവിടെ അവസാനിപ്പിച്ചു. ഉത്തരം കിട്ടിയെങ്കിലും പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇന്നും ബാക്കിയാണ്. സമാധാനത്തിന്റെ പ്രാവായിരുന്ന സ്വന്തം നേതാവിനെ സ്വീഡന് എങ്ങനെ നഷ്ടമായി എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. ഇത്തരം ദുരൂഹത നിറഞ്ഞതും തെളിയിക്കപ്പെടാത്തതുമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഡിറ്റക്റ്റീവ് ഗ്രൂപ്പിൽ ചേരുക.